പ്രിയ സുഹൃത്തുക്കളെ, തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിൽ പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിൽ പേച്ചിപ്പാറയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജലസംഭരണിയാണ് പേച്ചിപ്പാറ ഡാം. തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൻ്റെ നെല്ലറയായിരുന്നു ഒരു കാലത്ത് കന്യാകുമാരി ജില്ല. നിരവധി അണക്കെട്ടുകൾ, കുളങ്ങൾ, കനാലുകൾ എന്നിവയാൽ സമ്പന്നമാണ്. എപ്പോഴും ഭക്ഷ്യലഭ്യതയുള്ള ജില്ലയാണ് കന്യാകുമാരി ജില്ല. ജില്ലയിലെ ഏറ്റവും പഴക്കം ചെന്ന അണക്കെട്ടുകളിൽ ഒന്നാണ് പേച്ചിപ്പാറ ഡാം. കൂടാതെ മനോഹരമായ ഒരു വിനോദ സഞ്ചാര കേന്ദ്രവും. നാഗർകോവിലിൽ നിന്നും 43 കിലോമീറ്ററും തിരുവനന്തപുരത്ത് നിന്നും 54 കിലോമീറ്ററും അകലെയാണ് പേച്ചിപ്പാറ അണക്കെട്ട്. കോതൈ നദിക്ക് കുറുകെയാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്ത് 1897, 1906 കാലഘട്ടത്തിലാണ് ഡാം നിർമ്മിക്കുന്നത്. യൂറോപ്യൻ എഞ്ചിനീയറായ മിസ്റ്റർ ഹംഫ്രി അലക്സാണ്ടർ മിൻസിൻ ആണ് ഡാമിൻ്റെ നിർമ്മാണം നിർവഹിച്ചത്. കന്യാകുമാരി, തിരുനെൽവേലി ജില്ലകളുടെ കാർഷിക കുടിവെള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് ഡാം നിർമ്മിച്ചത്. 48 അടിയാണ് ഇതിൻ്റെ ഉയരം. കോതയാർ നദിയിൽ അപ്പർ കോതയാർ ഡാം, ലോവർ കോതയാർ ഡാം എന്നിവ ജലവൈദ്യുത നിലയങ്ങളുമാണ്. അണക്കെട്ട് പണിയുമ്പോൾ തദ്ദേശീയരായിരുന്ന ഗോത്രജനതയുടെ ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നു. എന്നാൽ മഹാരാജാവ് പ്രതിഷേധങ്ങൾക്ക് ചെവി കൊടുക്കാതെ ഡാം നിർമ്മാണവുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഇതിനിടയിൽ നിർമ്മാണ തൊഴിലാളികൾക്കും എഞ്ചിനീയർമാർക്കും കോതയാർ നദിയിൽ വെള്ളപ്പൊക്കം ഉൾപ്പെടെ നിരവധി വെല്ലുവിളികളെ നേരിടേണ്ടി വന്നു. ഇതിനെല്ലാം കാരണം വനദേവതയുടെ കോപം ആണെന്ന് ഒരു തെറ്റിദ്ധാരണ അവരിൽ ഭീതി പരത്തി. ഇതിനിടയിൽ വനദേവതയെ പ്രീതിപ്പെടുത്തിയാൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നും അതിനായി നരബലി നടത്തേണ്ടതാണെന്നും ആരോ ചിലർ നിർദ്ദേശിക്കുകയുണ്ടായി. ഇതിനായി ഒരു ട്രൈബൽ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുവന്ന് അവിടെ നരബലി അർപ്പിച്ചു. പിൽക്കാലത്ത് അവളുടെ പേരിൽ അവിടെ ഒരു ക്ഷേത്രം ഉയർന്നു. പേച്ചിയമ്മൻ കോവിൽ എന്ന പേരിൽ അവിടെ ആ ക്ഷേത്രം നിലനിൽക്കുന്നു. ഇപ്പോഴും ഡാമിൽ വെള്ളം തുറന്നുവിടുന്ന സമയം പേച്ചിയമ്മൻ കോവിലിൽ പൂജ നടത്താറുണ്ട് അധികാരികൾ. സമൃദ്ധമായ പച്ചപ്പിൽ, സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഫോട്ടോഗ്രാഫിക്ക് അനുയോജ്യമായ ഈ റിസർവോയർ പരിസരത്ത് പ്രകൃതിയുമായി ഇണങ്ങി വിശ്രമിക്കുന്നതിന് അനുയോജ്യമാണ് മനോഹരമായ ഈ ഡാം പരിസരം. ഒരു ടൂറിസ്റ്റ് ആകർഷണം മാത്രമല്ല ഈ ഡാം പരിസരം, ഇവിടെ ശാന്തസുന്ദരമായ കാഴ്ചകളും നൽകുന്നു. അണക്കെട്ടിൻ്റെ മറുവശത്ത് തോട്ടമല, തച്ചമല എന്നീ 2 മലകളിൽ താമസിക്കുന്ന ട്രൈബൽ ജനത യാത്രാമാർഗമായി അണക്കെട്ടിലൂടെ അടുത്തുള്ള പട്ടണങ്ങളിലെത്താൻ യമഹ എഞ്ചിൻ ഘടിപ്പിച്ച കടത്ത് ബോട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഈ ബോട്ടുകളിൽ യാതൊന്നിലും തന്നെ ലൈഫ് ജാക്കറ്റുകൾ ഇല്ല. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് പേച്ചിപ്പാറ അണക്കെട്ട് സന്ദർശിക്കാൻ അനുയോജ്യമായ സമയം. മനോഹരമായ അണക്കെട്ട് സന്ദർശിക്കാം, എങ്കിലും ഇവിടെ വെള്ളത്തിലിറങ്ങുന്നതും നീന്തുന്നതും നിരോധിച്ചിട്ടുണ്ട്. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുകയാണെങ്കിൽ അണക്കെട്ടിൽ ബോട്ടിംഗ് സൗകര്യം ലഭ്യമാണെങ്കിലും ലൈഫ് ജാക്കറ്റുകളുടെ സുരക്ഷിതത്വം ഇല്ല. അധികാരികളോ വനം വകുപ്പോ
ഇവിടെ ബോട്ടിംഗ് നടത്തുന്നില്ല. ചില സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന ബോട്ടിംഗ് ലഭ്യമാണ്. ഇത് തന്നെ നാട്ടുകാർ ദൈനംദിന ആവശ്യത്തിന് ഉപയോഗിക്കുന്നതുമാണ്. അവർ വൈദഗ്ധ്യമുള്ള നീന്തൽക്കാർ കൂടെയാണ്. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്നവർ സ്വന്തം സുരക്ഷിതത്വം ഉറപ്പുവരുത്തി മാത്രം ബോട്ടിംഗ് ആസ്വദിക്കുക. പ്രധാനമായും ഓരോ യാത്രികനും ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഏറ്റവും അടുത്തുള്ള ഡിസ്പെൻസറി കുലശേഖരത്താണ് എന്നതാണ്. അണക്കെട്ടിന് ചുറ്റുമുള്ള കാടുകൾ ഔഷധ സസ്യങ്ങളാലും വൃക്ഷങ്ങളാലും സമ്പന്നമാണ്. വന്യജീവികളായ മാനുകൾ, കരടി, കാട്ടാനകൾ എന്നിവയുടെയും സാന്നിധ്യവുമുണ്ട്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് പേച്ചിപ്പാറ അണക്കെട്ട് സന്ദർശിക്കാൻ അനുയോജ്യമായ സമയം. മനോഹരമായ അണക്കെട്ട് സന്ദർശിക്കാം, എങ്കിലും ഇവിടെ വെള്ളത്തിലിറങ്ങുന്നതും നീന്തുന്നതും നിരോധിച്ചിട്ടുണ്ട്. പേച്ചിപ്പാറ ഡാമിന് അടുത്തുള്ള പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ 8 കിലോമീറ്റർ അകലെയുള്ള ലോവർ കോതയാർ, തൃപ്പരപ്പ് വെള്ളച്ചാട്ടം, ഉദയഗിരി ഫോർട്ട്, പത്മനാഭപുരം കൊട്ടാരം, മാത്തൂർ അക്വാഡക്റ്റ്,
ചിറ്റാർ ഡാം, നെട്ട, ഗണപതിക്കല്ല് എന്നീ സ്ഥലങ്ങളാണ്. ഇവിടെ നിന്നും ചിതറാൾ ജൈനക്ഷേത്രത്തിന് 49.9 കിലോമീറ്റർ ദൂരവും കന്യാകുമാരിക്ക് 60 കിലോമീറ്റർ ദൂരവും ഉണ്ട്. നാഗർകോവിൽ, തക്കല, മാർത്താണ്ഡം എന്നീ സ്ഥലങ്ങളിൽ നിന്നും പേച്ചിപ്പാറ ഡാമിലേക്ക് തമിഴ്നാട് ബസ് സർവീസ് ലഭ്യമാണ്. സ്വകാര്യ വാഹനങ്ങളിൽ കുഴിത്തുറ, അരുമന വഴിയും മാർത്താണ്ഡം വഴിയും ഈ മനോഹര സ്ഥലത്ത് എത്തിച്ചേരാവുന്നതാണ്. യാത്രകൾ എന്നത് വളരെ എക്സ്പെൻസീവായ ഒന്നല്ല എന്നും നമുക്ക് ചുറ്റും ഇത്തരം മനോഹരമായ ശാന്തസുന്ദരമായ സ്ഥലങ്ങൾ ഉണ്ടെന്നതും നാം മറന്നുകൂടാ. ശാന്തസുന്ദരമായ ഒരു യാത്ര ആശംസിച്ചുകൊണ്ട് ഇനിയൊരിക്കൽ വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയുമായി ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ.